യെസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലീനിയർ ഓൾജിബ്രയാണ്. നിങ്ങളിപ്പോൾ ഒരുവിധം എല്ലാ മൊഡ്യൂൾസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതിപ്പോൾ ലീനിയർ ഓൾജിബ്ര മാത്രമാണ് നമുക്കിനി ഒരു ബാലൻസ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതിലെ ടോപ്പിക്സ് അറിയുണ്ടാവും. നിങ്ങൾ സിലബസ് ഒക്കെ നോക്കിയതായിരിക്കും. ഇതാണ് ടോപ്പിക്സ് വരുന്നത്: മെട്രിക്സ്, ഡിറ്റർമിനന്റ്, റാങ്ക്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റൻസി, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, കെയ്ലി ഹാമിൽട്ടൺ തിയറം, ഡയഗണലൈസേഷൻ, ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് HSST പരീക്ഷയ്ക്കൊക്കെ ലീനിയർ ഓൾജിബ്ര അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസും ഉണ്ട്. കാരണം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ മാത്രമല്ല, മറ്റ് മാത്തമാറ്റിക്സിന്റെയും അങ്ങനെ ഒന്ന് രണ്ട് സബ്ജക്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കുറച്ച് സബ്ജക്ട്സിന്റെ HSST പരീക്ഷയിൽ ഈ പറയുന്ന ലീനിയർ ഓൾജിബ്രയുടെ ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് PSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ചില ഒരു ബുദ്ധിമുട്ട് തോന്നും, ഒരു ബോറായിട്ടൊക്കെ തോന്നും. പക്ഷെ അത് തൽക്കാലത്തേക്ക് നിങ്ങൾ തൽക്കാലം സദയം ക്ഷമിക്കുക. മെട്രിക്സിന്റെ വളരെ ബേസ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ +2 നിന്നാണ് മെട്രിക്സ് പഠിച്ചു തുടങ്ങുന്നത് അല്ലേ? അവിടെ മുതൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഈ ഡയഗണലൈസേഷൻ ആണ് ഇപ്പോൾ ഇതിനകത്ത് വലിയൊരു പ്രോസസ് ആയിട്ടുള്ളത്. പക്ഷെ അത് ഡയഗണലൈസേഷൻ പ്രോസസ്സൊന്നും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല. അവിടെ ഡയഗണലൈസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായിരിക്കും അതിനകത്ത് വരിക കൂടുതലും. പിന്നെ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഒക്കെ സ്ഥിരമായിട്ടും നമ്മൾ കാണുന്നതാണ്. ഐഗൺ വാല്യൂസ് ഒക്കെ നിങ്ങൾ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും, കുറേയൊക്കെ അറിയുണ്ടാവും. ഓർമ്മയില്ലാത്തതുണ്ടെങ്കിൽ മാത്രം ഒന്ന് അത് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നോക്കുക, മെട്രിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം മുതൽ. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ്. കോളമായിട്ടും റോ ആയിട്ടും നമ്മൾ നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് മെട്രിക്സ് എന്ന് പറയുക അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് A എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് നമ്മൾ അതിന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഒരു ബോക്സിനകത്ത്, സ്ക്വയർ ബോക്സിനകത്താണ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത്. നമ്പേഴ്സ് ആയിരിക്കും 2, 4, 5, -1. ഏത് ടൈപ്പ് നമ്പർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതാണ് ഒരു മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിൾ. അതിനകത്ത് റോ ഉണ്ടാവും, കോളം ഉണ്ടാവും. അതായത് ഈ കാണുന്നതാണ് റോ. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല, എന്നാലും ഇതാണ് റോ അല്ലേ? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ദെൻ ഈ കാണുന്നതാണ് കോളം. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പോൾ ഈ ഒരു മെട്രിക്സിന് 2 റോയും 2 കോളവും ഉണ്ട്. ഇങ്ങനത്തെ മെട്രിക്സിന്റെ ഓർഡർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2/2 ആണ്. 2/2 വായിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ? 2 × 2 എഴുതിയാലും നമ്മൾ 2/2 എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണ്, നമ്മൾ ഓർഡർ എഴുതിയപ്പം 2/2 ആയത്. ഇതിലെ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ റോ എന്ന് പറയും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ കോളം എന്ന് പറയും. ഹൊറിസോണ്ടൽ ലൈൻ ഈ കാണുന്നതാണ് റോ, ഈ കാണുന്നതാണ് കോളം. അതൊക്കെ അറിയാം അല്ലേ? വേറൊരു എക്സാമ്പിൾ, ഇതും ഒരു മെട്രിക്സ് ആണ് അല്ലേ? ഇതിൽ എത്ര റോ ഉണ്ട്? 1, 2, 3 റോ ഉണ്ട്. എത്ര കോളം? 1, 2 കോളം. 3/2 മെട്രിക്സ്. ആദ്യം എഴുതുന്ന റോ, രണ്ടാമത് എഴുതുന്ന കോളം കേട്ടോ. ആദ്യം എഴുതുന്ന റോ, രണ്ടാമത് എഴുതുന്നത് കോളം. ഓക്കെ, ഇതാണ് മെട്രിക്സ്. അറിയാത്തതല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടോ. നിങ്ങൾ വൺ വേ ആയി പോരുത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിലൊന്നും ഇപ്പോൾ ഡൗട്ട് വരാനില്ല. എന്നാലും ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ റോസിൻ്റെയും കോളംസിൻ്റെയും എണ്ണം, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആണ് അതിൻ്റെ ഓർഡർ ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ M റോയും N കോളവും ഉള്ള മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ M/N മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, മെട്രിക്സ് ഓഫ് ഓർഡർ M/N അല്ലെങ്കിൽ M/N മെട്രിക്സ് എന്ന് പറയും. M/N ആണ് അത് വായിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ജനറൽ നൊട്ടേഷൻ ഒരു മെട്രിക്സിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് പറയുക. സ്പീഡൊക്കെ കൂടുതലുണ്ടെങ്കിൽ പറയണേ. ഇങ്ങനെയാണ് ഒരു ജനറൽ N/N മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് ഇത് എങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇതാ നമ്മൾ അരയൊക്കെ പഠിക്കുമ്പോൾ അരയിൽ അഡ്രസ്സ് പറയാറില്ലേ? അതുപോലെ ഇതാണ് ഇവിടുത്തെ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു മെമ്പറിന്റെ അഡ്രസ്സാണ് ഈ കാണുന്നത്. 11 A11, A12, A13. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. സഫിക്സ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം,
അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഫസ്റ്റ് റോ nth കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, എക്സെട്ര, സെക്കൻഡ് റോ nth കോളം, അങ്ങനെ ith റോ, പിന്നെ mth റോ, ലാസ്റ്റ് റോ, am1, am2, am3, എക്സെട്ര, amn. അങ്ങനെ ടോട്ടൽ ഈ ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റ് ഉണ്ടാവും? m/n മെട്രിക്സ് ആണെങ്കിൽ അതിൽ mn എലമെന്റ്സ് കാണും. m/n മെട്രിക്സ് ആണെങ്കിൽ അതിനകത്ത് mn എലമെന്റ്സ് കാണും. ഓക്കെ, അതിന്റെ ജനറൽ നൊട്ടേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് ഇത് ഇങ്ങനെയാണ്. മെട്രിക്സിനെ a ഈക്വൽ ടു aij, ആ സഫിക്സുകൾ, ഫസ്റ്റ് സഫിക്സ് i റോയിനെ ഡിനോട്ട് ചെയ്യും, സെക്കൻഡ് സഫിക്സ് j കോളത്തിനെ ഡിനോട്ട് ചെയ്യും. അപ്പൊ ith റോ jth കോളം aij, a11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, a23 സെക്കൻഡ് റോ തേർഡ് കോളം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മെട്രിക്സിന്റെ ജനറൽ നൊട്ടേഷൻ. ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് ജനറൽ ആയിട്ട് നൊട്ടേഷൻ കൊടുത്ത് എഴുതുക. ഇപ്പൊ 2/3 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ടോട്ടൽ 2 × 3 6 എലമെന്റ്സ് കാണും. ഏതൊക്കെ എലമെന്റ്സ് വരിക? a11, a12, a13, കാരണം 3 കോളംസ് കാണും. a21, a22, a23, ഇത്രയും ഉണ്ടാവുള്ളൂ. ഓക്കെ, 6 എലമെന്റ്സ് ടോട്ടൽ. ഈ ഓർഡറിൽ എഴുതുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ നമ്പർ, അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് എലമെന്റിന്റെ സഫിക്സ്. 2/3 എന്ന് പറയുന്നത് m/n എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന എലമെന്റിന്റെ സഫിക്സ്. ഓക്കെ, ഇതൊക്കെ അറിയാലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഒരു മെട്രിക്സ്, അതിന്റെ ജനറൽ നൊട്ടേഷൻ, അതിന്റെ ഓർഡർ. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയണേ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോണ്ട, അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് കുറച്ചും കൂടെ ലെവൽ കൂട്ടി പറയണമെന്നെങ്കിൽ അങ്ങനെയും പറയാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല. ഓക്കെയാണ്. യെസ്, അതായത് നിങ്ങളൊരു ന്യൂ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് ഞാൻ എന്നെ ചോദിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ്. അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഓക്കെയാണ്. യെസ്, റൈറ്റ് റൈറ്റ്. ദിവ്യ, മുബീന, ജാസി. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇത് മെട്രിക്സ്, അതിന്റെ ജനറൽ നൊട്ടേഷൻ, ഓർഡർ, അതൊക്കെ ഓർത്ത് വെച്ചോളൂ. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ എന്നാലും. ഓക്കെ, യെസ്. ഇഫ് എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്, വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്? എത്ര പോസിബിൾ ഓർഡേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ പോസിബിൾ ഓർഡേഴ്സ് അതിനകത്ത് ഉണ്ടാവും? 8 എലമെന്റ്സ് ഉള്ള മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 8 എലമെന്റ്സ് ഉള്ള മെട്രിക്സ് ആണ്. എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാവും ഇതിൽ? എങ്ങനെയാ പറയാ? ആ 8ന്റെ ഫാക്ടറൈസേഷനാ അല്ലെ? 8നെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? 8 × 1, പിന്നെ 1 × 8, പിന്നെ 2 × 4, പിന്നെ 4 × 2. വേറെ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. യെസ്, ഗുഡ്, കറക്റ്റ് ആണ് ഐശ്വര്യ. 8/1, 1/8, 2/4, 4/2, ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ പോസിബിൾ ആയിട്ട് 4 മെട്രിക്സുകളാണ്, 4 ഡിഫറെന്റ് ഓർഡറിലുള്ള മെട്രിക്സുകളാണ്. 4 മെട്രിക്സ് അല്ല, ഇൻഫിനിറ്റ്ലി മെനി മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. 4 പോസിബിൾ ഓർഡേഴ്സ് നമുക്ക് ഇവിടെ പറയാം. ഇൻഫിനിറ്റ്ലി മെനി മെട്രിക്സ് എഴുതാൻ പറ്റും എന്ന് പറയാൻ കാരണം, ഈ 8/1 എന്ന് പറഞ്ഞ മെട്രിക്സിൽ എലമെന്റ്സ് മാറിയാൽ മെട്രിക്സ് മാറും അല്ലെ? അപ്പോൾ 8/1 തന്നെ ഇഷ്ടം പോലെ മെട്രിക്സ് നിങ്ങൾക്ക് എഴുതാം, ഇഷ്ടം പോലെ എലമെന്റ്സ് എഴുതാലോ. നമ്പറുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ 2/4 മെട്രിക്സ് എഴുതുമ്പോൾ അതിനകത്ത് 8 എലമെന്റ്സ് ഉണ്ടായാൽ മതി, ഏതൊക്കെ നമ്പർ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി മെട്രിക്സുകൾ ഉണ്ടാവും, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് എന്ന് വെച്ചാൽ 4 ഡിഫറെന്റ് ഓർഡേഴ്സ്. ഈ 4 ഡിഫറെന്റ് ഓർഡേഴ്സിലുള്ള മെട്രിക്സെ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. ദെൻ ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് ഉണ്ടെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഓർഡർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണിത്. അതിന് കുറച്ചും കൂടെ വലിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ഡിറ്റർമിനന്റും കൂടെ പറഞ്ഞിട്ട് പറയാം. അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് സാധാരണ. മെട്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുമ്പോൾ നമ്മളൊരു ഹയർ ലെവൽ നോക്കിയാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വളരെ കുറവായിരിക്കും. നമ്മുടെ HSST പരീക്ഷയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിലും ഒരു കാറ്റഗറി, ഒരു ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ട്, അത് നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയുണ്ടാവും ഐഡംപൊട്ടന്റ് മെട്രിക്സ്, ഇൻവല്യൂട്ടറി മെട്രിക്സ്, ഓർത്തോഗണൽ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഡിറ്റർമിനന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, ഓർഡർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണത്. ഒന്നാമത്തത് കോളം മെട്രിക്സ്, രണ്ടാമത്തത് റോ മെട്രിക്സ്, 3 സ്ക്വയർ മെട്രിക്സ്, 4 ഡയഗണൽ മെട്രിക്സ്, 5 സ്കെയിലാർ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ് ആൻഡ് സീറോ മെട്രിക്സ്.
ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറയാം. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ നോട്ട്സ് എഴുതുന്നുണ്ടോ അതോ PDF നോക്കുന്നതാണോ, എങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾ? നോട്ട്സ് എഴുതും, ഓക്കെ, റൈറ്റ്, കുഴപ്പമില്ല. അപ്പോൾ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പറയണം, ചിലപ്പോൾ എഴുതാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറയണം. ഇനി ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടുമല്ലോ, നോട്ട്സ് ഉണ്ട്, ഓക്കെ, PDF നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഏതെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോട്ട്സ് എഴുതാൻ ചിലപ്പോൾ നമുക്ക് സമയം, പ്രോബ്ലം ഒക്കെ നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഒക്കെ നമുക്ക് നിങ്ങൾ ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. പ്രോബ്ലം, ഓക്കെ. അപ്പോൾ നോക്കുക, കോളം മെട്രിക്സ്, യെസ്, സ്പീഡ് ഓക്കെ ആണ് അല്ലേ, റൈറ്റ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡൊക്കെ. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കും ചെയ്യാം, കുഴപ്പമൊന്നും. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളം മാത്രം വരുന്ന മെട്രിക്സ്, വൺ സിംഗിൾ കോളം മാത്രം വരുന്ന, 1 2 3 4, ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഒരു സിംഗിൾ കോളം മാത്രമേ ഈ മെട്രിക്സിനകത്ത് ഉണ്ടാവുള്ളൂ. എത്ര റോ വേണമെങ്കിലും ആവാം. ഇതൊരു 4/1 മെട്രിക്സ് ആണ്. 4/1 മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, ഇതിനകത്ത് ഒരേ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മെട്രിക്സിനെ നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിംഗിൾ റോ വരുന്നത് 1 2 3 4 5, ഇതെന്താണ്? ഒരു റോ മെട്രിക്സ് ആണ്. ഇതിനകത്ത് ഒരു സിംഗിൾ റോ മാത്രമേ ഉള്ളൂ. 1/1 2 3 4 5 കോളംസ് ഉണ്ട്. അപ്പോൾ 1/5 മെട്രിക്സ് ആണ് ഇത്. കോളം മെട്രിക്സ്, റോ മെട്രിക്സ്. ഈ കോളം മെട്രിക്സ് റോ മെട്രിക്സ് അതിന്റെ ഓർഡർ ഒന്നും മറന്നു പോരുത്. ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒഴിവാക്കരുത്. കാരണം നമുക്ക് ലാസ്റ്റ് ഒരു ഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് പറയാനുണ്ട്, അവിടെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, കോളം മെട്രിക്സ് ആൻഡ് റോ മെട്രിക്സ് ഓർത്ത് വെച്ചോളൂ. ഒരു കോളം ഉള്ള മെട്രിക്സ് കോളം മെട്രിക്സ്, ഒരു റോ ഉള്ള മെട്രിക്സ് റോ മെട്രിക്സ്. ഇനി സ്ക്വയർ മെട്രിക്സ്. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? അവിടെ റോയും കോളവും സെയിം ആയിരിക്കും. M റോസ് ആൻഡ് N കോളംസ് എന്നുള്ളത് M = N റോസ് ആൻഡ് N കോളംസ്, അല്ലെങ്കിൽ M റോസ് ആൻഡ് M കോളംസ് അല്ലെ. 2 റോയും 2 കോളവും, 1 2 3 4, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. 2/2 ആണ് അതിന്റെ ഓർഡർ. അപ്പൊ ഇങ്ങനെ 2/2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഇതിനെ 2 സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. N സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്ന പോലെ 2 സ്ക്വയർ മെട്രിക്സ്. ഇപ്പൊ 3/3 ആണെങ്കിൽ 3 സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓക്കെ, അതായത് കോളവും റോയും സെയിം ആയിരിക്കും. ഇപ്പോൾ 1 2 3 4 5 6 -1 0 2, ഇതെന്താണ്? ഒരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പൊ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് അല്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ എന്ത് പറയും? അതിനെ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. റെക്ടാങ്കുലർ മെട്രിക്സ്. അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോയും കോളവും ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6, ഇതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. സെയിം ഓർഡർ, സെയിം റോയും കോളവും അല്ല എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. സ്ക്വയറും റെക്ടാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലേ? അത് തന്നെ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സെയിം കോളംസ് സെയിം റോ, നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് കിട്ടിയല്ലോ. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിട്ടുള്ള മെട്രിക്സുകളെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. സ്ക്വയർ മെട്രിക്സ്, യെസ്. ഓക്കെ, യെസ്, ഓക്കെ, റൈറ്റ്. ഈ റെസ്പോൺസ് ആണ് എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു സാധനം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല അല്ലേ? ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു കുഴപ്പം അതാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് റെസ്പോൺസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലാസ് കൊണ്ടുപോകാം. യെസ്, ഓക്കെ. സ്ക്വയർ മെട്രിക്സ് കിട്ടി. ഇനി നോക്കാം, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഡയഗണൽ മെട്രിക്സ് എന്താണെന്നുള്ള. ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയണം. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് പറയണം. അതായത് ഒരു മെട്രിക്സ് എഴുതിയാൽ, ഒരു സ്ക്വയർ മെട്രിക്സ് എഴുതിയാൽ ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വരുന്ന ആളുകൾ A11 A22 A33, സഫിക്സുകൾ രണ്ടും സെയിം ആയിട്ടുള്ളത്. AIJയിൽ ഐയും ജെയും ഈക്വൽ ആയിട്ട് വരുന്ന ഈ കാണുന്ന എലമെന്റുകളെ, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡയഗണൽ ഉള്ളൂ കേട്ടോ. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡയഗണൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ആളുകളെ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് പറയാം. സഫിക്സുകൾ സെയിം ആയിട്ടുള്ള എലമെന്റ്സ് A11 A22 എക്സെട്ര AMN. ഇത് MN ആണ്, സോറി MM എന്നാണ് ഓർഡർ പറഞ്ഞത്. അപ്പൊ ANN ആണത് കേട്ടോ. ANN ആണ് ആ ഒരു ലോഗോ അവിടെ കിടക്കുന്നുണ്ട് കാണുന്നതാണ് ANN.
ANN വരെ. ഓക്കെ, അങ്ങനെ ഉള്ള എലമെന്റുകളെ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയും. ഈ കാണുന്ന എലമെന്റുകളാണ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡയഗണൽ മെട്രിക്സ് നോക്കിക്കോളൂ. ഡയഗണൽ മെട്രിക്സ് നമുക്ക് ഡയഗണലൈസേഷൻ ലാസ്റ്റ് പറയുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഡയഗണൽ മെട്രിക്സ് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് അല്ലാതെ വരുന്ന എല്ലാ എലമെന്റുകളും നോൺ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ പറയും. ആ നോൺ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത്, സ്ക്വയർ മെട്രിക്സ് ആണേ, സ്ക്വയർ മെട്രിക്സിനകത്ത് ഡയഗണൽ അല്ലാതെ വരുന്ന എല്ലാ എലമെന്റുകളും നോൺ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ അതിനെ പറയും. ആ നോൺ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഡയഗണൽ എലമെന്റ്സിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണേ. ഡയഗണൽ എലമെന്റ്സിനെ പറ്റി ഇതിനകത്ത് ഒന്നും തന്നെ പറയുന്നില്ല. ഡയഗണൽ എലമെന്റ്സ് 0 ആവാം, അല്ലാതിരിക്കാം, അത് പ്രശ്നമില്ല. പക്ഷെ നോൺ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ഇപ്പൊ ഈ കാണുന്ന എലമെന്റുകൾ ഇത് 0 ആയിരിക്കണം, ഇത് 0 ആയിരിക്കണം, ഇത് 0 ആയിരിക്കണം, ഇത് 0, ഇത് 0, ഇത് 0. ഇങ്ങനെയുള്ള മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. നോൺ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഐയും ജെയും സഫിക്സ് സെയിം ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമായിരിക്കും ഇവിടെ നോൺ 0 ആയിട്ട്, അല്ലെങ്കിൽ നോൺ 0 എന്ന് പറയുന്നില്ല. ഐയും ജെയും ഈക്വൽ അല്ല എങ്കിൽ ഇവിടെ ആ എലമെന്റ്സ് മുഴുവൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ 2, 0, 0, 0, 0, 0, 0, 0, 1. ഇതും എന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതാണ് ഡയഗണൽ എൻട്രീസ് അല്ലെ, ഇതാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ വരുന്ന ബാക്കി എല്ലാ എലമെന്റ്സും എന്താ? 0 ആണ് അല്ലെ. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡയഗണൽ എലമെന്റ് ഇവിടെ ഒരെണ്ണം 0 ആണ്, അത് പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഡയഗണൽ എലമെന്റ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല. നോൺ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ഡയഗണൽ മെട്രിക്സ്. ഒബിയസ്ലി ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണേ. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിലേ ഡയഗണൽ മെട്രിക്സ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, റൈറ്റ്. ദെൻ ഡയഗണൽ മെട്രിക്സ് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിന് ചെറിയ വേദന ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത്, ഇത് തന്നെയാണ് പണി. ഇതിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കഴുത്ത് ഭയങ്കര സ്ട്രെയിൻ. എഴുതിയല്ലോ. ദെൻ നെക്സ്റ്റ് വൺ, സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് സ്കേലാർ മെട്രിക്സ്. അതിന് ആദ്യം ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് അറിയണം. ഡയഗണൽ മെട്രിക്സിനെ തന്നെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ഡയഗണൽ മെട്രിക്സ് സ്കേലാർ മെട്രിക്സ് ആവുക? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആവുമ്പോൾ. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ ഈക്വൽ ആവുമ്പോൾ, അതായത് ഒരു 3x3 മെട്രിക്സ് എഴുതിയാൽ അതിലെ നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇതും 0 ആയിരിക്കും അല്ലെ. ഇവിടെ മാത്രമാണ് നമ്മൾ ഇനി എലമെന്റ്സ് ഫില്ല് ചെയ്യേണ്ടത്. ആ എലമെന്റ്സ് മുഴുവൻ ഒരു കോൺസ്റ്റന്റ്, സിംഗിൾ കോൺസ്റ്റന്റ് k ആണെങ്കിൽ ഇതൊരു 3x3 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ ഡയഗണൽ എലമെന്റ്സ് മുഴുവൻ സെയിം ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയും? സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. സ്കേലാർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിൽ തന്നെ എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആണെങ്കിൽ അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ആ മെട്രിക്സിനെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. എപ്പോഴാണ് 0 ആവുന്നത്, എപ്പോഴാണ് 0 ആവാത്തത്, 0 ആവാത്ത സംഖ്യ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടില്ലേ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നോക്കി വായിച്ചാൽ മതി. അപ്പോൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡയഗണൽ മെട്രിക്സ് ആണ്. അതിലെ എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആയിട്ടുള്ള വാല്യൂ ആണ്. 2 and 2. ഇത് രണ്ടും 0. ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. ഒരേ നമ്പർ ആയിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഒരേ നമ്പർ ആയിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം നെഗറ്റീവ്. ഓക്കെ, സ്കേലാർ മെട്രിക്സ്. അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. ഈ സ്കേലാർ മെട്രിക്സ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ആ സ്കേലാർ നമ്പർ നമ്മളിപ്പോൾ പറഞ്ഞ ഡയഗണൽ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റ് എല്ലാം 1 ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. 1 0 0 0 1 0 0 0 1. ഈ മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതിനെ നമ്മൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഐ. ഓക്കെ, സ്കേലാർ മെട്രിക്സ് പറയുമ്പോൾ സ്കേലാർ മെട്രിക്സ് ഒരു ഓർഡറിൽ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം ആ കോൺസ്റ്റന്റ് മാറ്റിയാൽ മതി. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, ഏത് നമ്പർ വേണേലും
ആ കോൺസ്റ്റന്റുമായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഓർഡറിൽ ഇൻഫിനിറ്റ്ലി മെനി സ്കെയിലാർ മെട്രിക്സുകൾ ഉണ്ടാവും. പക്ഷെ ഒരു ഓർഡറിൽ 3x3 ഓർഡറിൽ നിങ്ങൾ എഴുതിയാലും ഞാൻ എഴുതിയാലും ഒരേ ഒരു ഐഡന്റിറ്റി മെട്രിക്സേ ഉള്ളൂ, അത് ഈ കാണുന്നതാണ്. ആ ഡയഗണൽ എലമെന്റ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റൂ? 1 മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ വായിച്ചു നോക്കുക നിങ്ങൾ. സ്ക്വയർ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം ഇൻ വിച്ച് ദ ഡയഗണൽ എലമെന്റ്സ് ആർ 1 ആൻഡ് റെസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ആർ 0 ഈസ് കോൾഡ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ്. ഡയഗണൽ എലമെന്റ്സ് മാത്രം 1ഉം ബാക്കി എല്ലാ എലമെന്റ്സും 0യും ആയിട്ടുള്ള മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഐഡന്റിറ്റി മെട്രിക്സ് ഒരു ഓർഡറിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ I എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി വേണമെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ I3 എന്ന് കാണും. I3 എന്ന് പറഞ്ഞാൽ ഓർഡർ 3 എന്നുള്ള അർത്ഥത്തിലാണ്. I2 ഓർഡർ 2. ഒരു ഓർഡറിൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ എഴുതിയാലും ഞാൻ എഴുതിയാലും ഒക്കെ ഒരേ ഒരു ഐഡന്റിറ്റി മെട്രിക്സേ കാണുള്ളൂ. ഇതാണ് 2x2ന്റെ ഐഡന്റിറ്റി മെട്രിക്സ്. I അല്ലെങ്കിൽ I2 എന്ന് കൊടുക്കാറുണ്ട് ചിലപ്പോൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? യെസ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ എന്ത് വേണേലും പറയാം. ക്ലാസ് എങ്ങനെ മാറ്റണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഞാനത് ഇങ്ങനെ മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ, അങ്ങനെ വാശികളൊന്നുമില്ല. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാവാതെ വെറുതെ ഓക്കെയാണ് ശരിയാണ് യെസ് എന്നൊന്നും പറയണ്ട. ക്ലാസിന്റെ മോഡും അല്ലെങ്കിൽ ആ സ്റ്റൈലും ഒക്കെ നമുക്ക് മാറ്റാം. യെസ്, ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, റൈറ്റ് റൈറ്റ്. ഓക്കെ, എല്ലാവരും പിന്നെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അല്ലേ മാക്സിമം. അപ്പോൾ പിന്നെ ഈ സബ്ജക്റ്റുമായിട്ടൊക്കെ അത്യാവശ്യം ടച്ച് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവാൻ വഴിയില്ല. ഇനി അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കും പേടിക്കൊന്നും വേണ്ട, നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകാം. ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയില്ലാത്ത ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയല്ലോ. നെക്സ്റ്റ്, സീറോ മെട്രിക്സ്. ഇത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്ന് പറയാം. 0 അല്ലെങ്കിൽ O എന്നൊക്കെ പറയുന്നതിനെ 0 എന്ന് ഡിനോട്ട് ചെയ്യും, O എന്ന് ഡിനോട്ട് ചെയ്യും. എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ്. ഇതിപ്പോ 0 0 0 0 0 0 സ്ക്വയർ മെട്രിക്സ് ആവണമെന്നൊന്നുമില്ല. ഇതുവരെ പറഞ്ഞ മെട്രിക്സ് ഒക്കെ സ്ക്വയർ മെട്രിക്സ് ആവണം. ഇവിടെ അങ്ങനെയില്ല. ഏത് ഓർഡറിലുള്ള മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാം? സീറോ മെട്രിക്സ് എന്ന് പറയാം. ഇതൊരു 3x2 മെട്രിക്സ് ആണ് അല്ലെ? 0 0 0 0. ഇതൊരു 2x2 സീറോ മെട്രിക്സ് ആണ്. ഏത് ഓർഡറിൽ വേണമെങ്കിലും പറയാം. നൾ മെട്രിക്സ് എന്നും കൂടെ അതിനെ പറയുന്നു. സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് അല്ലെങ്കിൽ വോയിഡ് മെട്രിക്സ് എന്നൊക്കെ പറയും. വോയിഡ് മെട്രിക്സ്. ഓക്കെ, സീറോ മെട്രിക്സ് കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്. അപ്പൊ ഇനി എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. രണ്ട് മെട്രിക്സുകൾ എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ എങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് ആണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സിനെയാണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. ഇനി എന്ത് ഈക്വൽ ആയിരിക്കണം? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. എയിലുള്ള എലമെന്റുകൾ അതേ ഓർഡറിൽ തന്നെ ബിയിലുള്ള എലമെന്റുകളായിട്ട് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ A11 A12 A21 A22 എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ്, ഇത് ഈക്വൽ ആവുന്നത് ആരുമായിട്ടായിരിക്കും? വേറൊരു 2x2 മെട്രിക്സുമായിട്ടായിരിക്കും. B11 B12 B21 B22 ഇങ്ങനെ ഒരു 2x2 മെട്രിക്സുമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തും കൂടെ ഈക്വൽ ആയിരിക്കണം. ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ഇവിടത്തെയും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ് ഇവിടത്തെയും. A11 ഷുഡ് ബി ഈക്വൽ ടു B11. അതുപോലെ തന്നെ A12 ഈക്വൽ ടു B12. A21 ഈക്വൽ ടു B21. A22 ഈക്വൽ ടു B22. സെയിം ഓർഡർ ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെ നമുക്ക് ഈക്വൽ മെട്രിക്സസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ XYZ2 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് 1 3 4 2. ഓർഡർ സെയിം ആണ് അല്ലെ? ഇത് 2x2 ആണ്, ഇതും 2x2 ആണ്.
ഇവിടെ നിങ്ങൾക്ക് എന്തും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം, വൈ ഈക്വൽ ടു 3 എന്ന് പറയാം, സെഡ് ഈക്വൽ ടു 4 എന്നും പറയാം അല്ലെ. എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് എലമെന്റ്സ് ആ. ഫസ്റ്റ് എലമെന്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്, വൈ ഇവിടുത്തെ വൈ, സെഡ് ഇവിടുത്തെ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ മെട്രിക്സ് നമുക്ക് എന്തായിട്ട് പറയാം, ഈക്വൽ മെട്രിക്സ് ആണെന്ന് പറയാം. ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. ഓർഡർ സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സുകളെ നമ്മൾ ഈക്വൽ മെട്രിസസ് എന്ന് പറയാം. ഓക്കെ, എഴുതിയല്ലോ. ഒന്നുമില്ലല്ലോ, രണ്ട് എലമെന്റ്സ് അല്ലെങ്കിൽ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എ ഈക്വൽ ടു ബി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഇതിന്റെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ ഇതിന്റെ ഓർഡറും എം ബൈ എൻ ആയിരിക്കണം. സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. ഇത് ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ആവുന്നത് എപ്പോഴാ? എ ഐ ജെ എന്ന് പറയുന്ന എലമെന്റും ബി ഐ ജെ എന്ന് പറയുന്ന എലമെന്റും സെയിം ആയിരിക്കണം. അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതാ പറഞ്ഞത് നമ്മൾ. സോറി, ഇത് 2/2 ആണ് കേട്ടോ. ഇത് 3 എഴുതിയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് അല്ലേ. യെസ്, ഇത് 2 എഴുതിയോ? യെസ് യെസ് യെസ്, ആ യെസ്, ഞാനത് മാറി എഴുതുക. 2 2 2 ഓക്കെ. അപ്പൊ ഓക്കെ അല്ലേ. ഇത് 2/2, ഇതും 2/2. ഓക്കെ. ഇവിടെ ഈക്വൽ ആവാൻ രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. അത് മാത്രമല്ല ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് A11 എന്ന് പറഞ്ഞ എലമെന്റും B11 എന്ന് പറഞ്ഞ എലമെന്റും സെയിം ആയിരിക്കണം. A12 എന്ന് പറഞ്ഞ എലമെന്റും B12 എന്ന് പറഞ്ഞ എലമെന്റും സെയിം ആയിരിക്കണം. ഈ രണ്ട് എലമെന്റുകൾ സെയിം ആയിരിക്കണം. ഈ രണ്ട് എലമെന്റുകൾ സെയിം ആയിരിക്കണം. സെയിം ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സെയിം ഓർഡർ ആൻഡ് ഈച്ച് എലമെന്റ് x1 ആയിരിക്കണം. ഇവിടെ x ഈക്വൽ ടു 1, y ഈക്വൽ ടു 3, z ഈക്വൽ ടു 4. ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഇവിടെ എക്സ് വാരിയബിൾ ആയിട്ടല്ലേ തന്നിട്ടുള്ളത്, വാരിയബിൾ ആയിട്ടല്ലേ തന്നിട്ടുള്ളത്. ആ വാരിയബിൾ 1 ആവുമ്പോഴാണ് ഈ മെട്രിക്സ് ഈക്വൽ ആവുക. അല്ലെങ്കിൽ ഈ മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എക്സ് 1 ആയിരിക്കണം, എക്സിന്റെ വാല്യൂ 1 ആയിരിക്കണം, വൈയുടെ വാല്യൂ 3 ആയിരിക്കണം, സെഡിന്റെ വാല്യൂ 4 ആയിരിക്കണം. എക്സും വൈയും സെഡ് ഒക്കെ വാരിയബിൾസ് അല്ലേ. അപ്പൊ എന്ത് വാല്യൂ വേണേലും വരാമല്ലോ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ അവിടെയാണ്. എവിടെ? രണ്ട് മെട്രിക്സുകൾ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അവിടെയാണ് യൂസ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. യെസ്, ക്ലിയർ ആയി അല്ലേ. ഓക്കെ, റൈറ്റ്. ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് ക്ലിയർ ആണ്, കൺഫ്യൂഷൻ ഇല്ല. നെക്സ്റ്റ് വൺ, ഇക്വാലന്റ് മെട്രിസസ്. എന്താണ് ഇക്വാലന്റ് മെട്രിസസ് എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞ മെട്രിക്സ് ബി എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഈക്വലന്റ് ആണെന്ന്, ഇങ്ങനെ സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈക്വലന്റ്, ഈക്വൽ സൈൻ അല്ല യൂസ് ചെയ്യുക, ഈ ഒരു സിമ്പിൾ ആണ്, ഈക്വലൻസി സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഈ രണ്ട് മെട്രിക്സുകളും ഈക്വലന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആയാൽ മതി. ഇത് എം ബൈ എൻ ആണെങ്കിൽ ഇതും എം ബൈ എൻ ആയിരിക്കണം. എലമെന്റ്സ് സെയിം ആവണമെന്നില്ല. ഓർഡർ സെയിം ആയിട്ടുള്ള എല്ലാ മെട്രിക്സുകളെയും നമ്മൾ ഈക്വലന്റ് മെട്രിക്സസ് എന്നാണ് പറയുക. ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എലമെന്റ്സും കൂടെ സെയിം ആയിരിക്കണം. ഈക്വലന്റ് ആവാൻ എലമെന്റ്സ് സെയിം ആവണമെന്നില്ല. എന്തായാൽ മതി? ഓർഡർ മാത്രം സെയിം ആയാൽ മതി. അതായത് ഇപ്പൊ 2 3 1 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 3 4 1 7 എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് ഈക്വലന്റ് ആണെന്ന് പറയാം. ഇതും 2/2 മെട്രിക്സ്. ഓർഡർ സെയിം ആയാൽ ഈക്വലന്റ് ആയ മെട്രിക്സ്. ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഓർഡർ മാത്രം സെയിം ആയാൽ പോരാ, എലമെന്റ്സും സെയിം ആയിരിക്കും. ഇവിടെ എലമെന്റ്സ് സെയിം അല്ല, നമുക്കറിയാം അല്ലേ. ഇവിടെ 2ഉം ഇവിടെ 3ഉം ആണ്, ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണ്. ഇവിടെ 1 ആണ്, ഓക്കെ, അത് കുഴപ്പമില്ല. ഇവിടെ 4ഉം 7ഉം. ഒരു എലമെന്റ് മാത്രം ഈക്വൽ ആയിട്ട് ശരിയാ കാര്യമില്ല, എല്ലാ എലമെന്റ്സും ഈക്വൽ ആവണം. അപ്പൊ ഇത് രണ്ടും ഈക്വലന്റ് ആയിട്ടുള്ള മെട്രിക്സുകൾ മാത്രമാണ്. ദേ ആർ നോട്ട് ഈക്വൽ, ദേ ആർ ഈക്വലന്റ്. ഈക്വലന്റ് ആണ്, ഈക്വൽ അല്ല. ഈക്വലന്റ് ആണ്, ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഈക്വലന്റ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരേ ഓർഡറിൽ വരുന്നു. 3/2 മെട്രിക്സ് is equivalent to another B 3/2 matrix. Yes. ഓക്കെ, ക്ലിയർ ആണ്, കൺഫ്യൂഷൻ ഇല്ല, എഴുതാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഒന്ന് പൊടി തട്ടിയെടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കാം. മെട്രിക്സിന്റെ ആൾജിബ്ര നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആവശ്യം വരും. ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, മെട്രിക്സ് കൂട്ടുക, കുറയ്ക്കുക, അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുക.
ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പൊ അഡീഷൻ, രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കൂടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും സെയിം ഓർഡർ ആയിരിക്കണം. ഇത് m/n ആണെങ്കിൽ ഇതും m/n ആയിരിക്കും ഓർഡർ. ഇനി ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സും എന്തായിരിക്കും? അതേ ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കും, m/n മെട്രിക്സ് ആയിരിക്കും. ഇനി എങ്ങനെ ആഡ് ചെയ്യണം? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. aij എന്ന് പറഞ്ഞ എലമെന്റ് പ്ലസ് bij എന്ന് പറഞ്ഞ മെട്രിക്സ്, രണ്ട് മെട്രിക്സുകൾ ഇങ്ങനെ ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ അഡീഷനിൽ കിട്ടുന്നത് എന്തായിരിക്കും? aij പ്ലസ് bij ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്യുക. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് സപ്പോസ് 1 2 3 4 ആണെന്ന് വിചാരിക്കും, ഒരു 2x2 മെട്രിക്സ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് 3 -2 1 2, ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. ആഡ് ചെയ്യാൻ നമുക്ക് എ പ്ലസ് ബി എന്താ ആഡ് ചെയ്താൽ കിട്ടാം? ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 3യും കൂടെ ആഡ് ചെയ്താൽ 4, ഇവിടുത്തെ 2 ഇവിടുത്തെ -2 ആഡ് ചെയ്താൽ 0, ഇവിടുത്തെ 3 1 ആഡ് ചെയ്താൽ 4 അഗെയിൻ 4 + 2 6, ഇതായിരിക്കും എ പ്ലസ് ബി. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യും. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ അതിന്റെ ഓർഡർ രണ്ടെണ്ണത്തിന്റെയും സെയിം ആയിരിക്കണം. രണ്ട് സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുക. അത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓർഡർ പക്ഷെ രണ്ടെണ്ണത്തിനും സെയിം ആയാൽ മതി. ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനും അതേ ഓർഡർ ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇതിന്റെ ഓർഡറും m/n ആയിരിക്കും. ഓക്കെ, സെയിം പ്രോസസ് ആണ് സബ്ട്രാക്ഷനിലും നടക്കുക. എങ്ങനെയാ? ഇപ്പോ എ m/n ഓർഡറിൽ വരുന്ന ഒരു മെട്രിക്സ്, ബി അതേ ഓർഡറിൽ വരുന്ന വേറൊരു മെട്രിക്സ്. സബ്ട്രാക്ട് ചെയ്യാം, കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡറും സെയിം ആയിരിക്കും, m/n ആയിരിക്കും. സബ്ട്രാക്ട് ചെയ്യുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് a - b പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? മൈനസ് ചെയ്യാ ചെയ്യേണ്ടത്. 1 - 3 1 - 3 -2 2 - 2 2 + 2 4 3 - 1 2 1 4 - 2 2 അല്ലെ? ഇങ്ങനെയായിരിക്കും ആ a - b കിട്ടുക. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, സബ്ട്രാക്ഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് വൺ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ കോൺസ്റ്റന്റ്. സ്കെയിലാർ മീൻസ് കോൺസ്റ്റന്റ് അല്ലെ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് എ എന്ന് പറഞ്ഞ മെട്രിക്സ് m/n ഓർഡറിലുള്ള ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഈ മെട്രിക്സിന്റെ അകത്തെ എല്ലാ എലമെന്റ്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആ മെട്രിക്സ് ഇങ്ങനെ മാറും, KIJ എന്ന് മാറും, KAIJ എന്നായിട്ട് മാറും. എല്ലാ എലമെന്റ്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. ഇപ്പൊ ഈ മെട്രിക്സ് തന്നെ എടുക്കും, അതിനകത്ത് നമ്മൾ ഒരു 3 മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കും. 3A എന്താ ചെയ്യേണ്ടത്? കംപ്ലീറ്റ് എലമെന്റ്സിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ. ഈ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇതിന്റെ കൂടെ എല്ലാത്തിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12. ഇതാണ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ അല്ലെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണേ. ഇത് ഡിറ്റർമിനന്റിൽ ഡിഫറെന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിറ്റർമിനന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ഡിറ്റർമിനന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റ്സിനോടെ മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റ്സിനോടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിറ്റർമിനന്റിനോട് അങ്ങനെയില്ല. ഡിറ്റർമിനന്റ് വ്യത്യാസമാണ്. ഡിറ്റർമിനന്റ് പറയുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് കിട്ടിയല്ലോ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ. ഇതിലും കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരിക മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ. എക്സാമ്പിൾ ഒന്നുകൂടെ പറയണം. ഇതേ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ ബി ഉണ്ടല്ലോ, ആ ബിയുടെ കൂടെ ഞാനിവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണും. ഒരു അഡീഷണൽ പേജും കൂടെ നമ്മൾ വേണ്ടായിരുന്നു അല്ലേ? ഞാനിത് മുകളിൽ എഴുതാം. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കി. ബി എന്ന് പറഞ്ഞത് 3 - 2 1 2. ഇതാണ് ബി. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. 2 × ബി. എന്തായിരിക്കും സംഭവിക്കുക? ഈ 2 കൊണ്ട് എല്ലാ എലമെന്റ്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6, -2 × 2 -4, 1 × 2 2,
2 ഇൻറ്റു 2 4. ഓക്കെ അല്ലേ? ആ മെട്രിക്സിന്റെ കൂടെ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിനകത്താണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ടി വരിക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സസ്, 2 മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അത് ശ്രദ്ധിക്കണം. 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഓർഡർ m/n ആണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ n/സംതിങ് ആയിരിക്കണം, n/p. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണെങ്കിൽ മാത്രമേ ആ 2 മെട്രിക്സുകളും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം ആണെങ്കിൽ മാത്രമേ ആ 2 മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ബാലൻസ് വരുന്ന ഈ റെസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും, m/p ആയിരിക്കും. ഓക്കെ, m/p ആയിരിക്കും. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ലാസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഇതിന്റെ ഓർഡർ, പുതിയ മെട്രിക്സിന്റെ ഓർഡർ. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും ഒരു 7 ടൈപ്പ് ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. ഇനി തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ പോകേണ്ടത്. എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മെട്രിക്സ് 1 2 3 4 1 2 അല്ലെങ്കിൽ 1 0, ഇതൊരു 2/3 മെട്രിക്സ് ആണ് അല്ലെ? നോട്ട് 2/3, ഇത് 3/2 ആണ് അല്ലെ? 3/2 മെട്രിക്സ് ആണ്. 3/2, 3 റോസ് ആൻഡ് 2 കോളംസ്. ഓക്കെ, ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കണം? 2 കോളംസ് ഉള്ള മെട്രിക്സ് ആയിരിക്കണം. സോറി, നോട്ട് 2 കോളംസ്, 2 റോസ് ഉള്ള മെട്രിക്സ് ആയിരിക്കണം. 2 റോസ്, ഇപ്പൊ 1 2 3 4. ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ ഓർഡർ 2/2 ആണ്. ഇവിടെ ആകെ നോക്കേണ്ടത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം അല്ലേ എന്ന് നോക്കും. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം അല്ലേ നോക്കാം. ആണ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ് ഉണ്ട്. ഇവിടെ എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട്. സെയിം ആണ്, മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കണം. ഒരു മിനിറ്റ്, എക്സാമ്പിൾ ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം നോക്കിയേ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 × 1 പ്ലസ് 2 × 3. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, 1 × 2. സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് 2 ആണ്. ഇനി സെക്കൻഡ് എലമെന്റ് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോന്റെ കോളം മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ കോളം ഇല്ല, അതുകൊണ്ട് ഫസ്റ്റ് റോന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഇതേപോലെ 3 × 1 3 × 1 പ്ലസ് 4 × 3. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 × 2 3 × 2 പ്ലസ് 4 × 4. സെക്കൻഡ് റോ സെക്കൻഡ് കോളം കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് റോയുടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ തീർന്നു. ഇനി ലാസ്റ്റ് റോ തേർഡ് റോ ഫസ്റ്റ് കോളം 1 × 1 1 പ്ലസ് 0 × 3 0 × 3. ഫസ്റ്റ് റോ തേർഡ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി തേർഡ് റോ സെക്കൻഡ് കോളം 1 × 2 പ്ലസ് 0 × 4. ഇതിന്റെ ആൻസർ എന്ത് വരും? 1 + 6 7, 2 + 8 10, 3 + 12 15, 6 + 16 22, 1 + 0 1 വരും. ഇത് 2. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഈ മെട്രിക്സിന്റെ ഓർഡർ 3/2 ആയിരിക്കും. ദാറ്റ് ഇസ് ഇവിടെ 3ഉം ഈ 2 ആണ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ ഓർഡറിലായിരിക്കും നമുക്ക് ഈ മെട്രിക്സ് കിട്ടുക. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും മറന്നു പോകരുത്. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡ് കിട്ടണം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട്.
ഓക്കെ, ക്ലിയർ ആണോ ഈ മൾട്ടിപ്ലിക്കേഷൻ? ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഒരു 7 ടൈപ്പ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ 7. പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, ലൈക്ക് ദാറ്റ്. സ്ക്വയർ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലാത്ത മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും സെയിം അല്ലേന്ന് നോക്കിയാണ്. ഓക്കെ, ഒരെണ്ണോടെ നോക്കി മൾട്ടിപ്ലിക്കേഷൻ വേഗം ചെയ്യാൻ പറ്റും. 1 into 3 3, 2 into 1 2. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ് തീർന്നത്. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 into -1 -1 പ്ലസ് 2 into 2 4. അപ്പൊ അവിടെ എന്ത് തീർന്നു? ഫസ്റ്റ് റോയുടെ മൾട്ടിപ്ലിക്കേഷൻ തീർന്നു. അടുത്തത് സെക്കൻഡ് റോയുടെ മൾട്ടിപ്ലിക്കേഷൻ ആ -1 into 3 -3, 5 into 1 5. സെക്കൻഡ് റോ സെക്കൻഡ് കോളം -1 into -1 plus 1 plus 2 into 2 sorry 5 into 2 10. Okay, ഇനി 0 into 3 0 plus 2 into 1 2, 0 into -1 0 plus 2 into 2 4. ആൻസർ എന്തായിരിക്കും വരിക? 5 3 2 11 2 and 4. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്? ഇതാണ് ആ മെട്രിക്സ് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്. ഇതൊരു 3 ഒരു മിനിറ്റ് കേട്ടോ, ഇത് 2 ആണ് കേട്ടോ. ഇതിന്റെ ഓർഡറിൽ മാറ്റമുണ്ട്. ഇത് 2/2 ആണ്, 2/3 അല്ല, 2/2. 2/2 ആണ് മെട്രിക്സ്. 3/2 ആണ് ഇവിടെ കിട്ടുന്ന മെട്രിക്സ്. 3/2. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. രണ്ട് മെട്രിക്സുകളൊക്കെ എടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ദെൻ അപ്പോൾ ഓൾജിബ്ര ഓഫ് മെട്രിക്സസ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇതിനകത്തൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക? ഒരു ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം, കിട്ടിയാൽ കമന്റ് ചെയ്യാം. The order of the matrix A is 3/5 and that of B is 2/3. Then the order of the matrix BA. BA എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. BA എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി എന്നാണ് ജാസി കമന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പേരൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ആ പേരാണ് ഞാൻ വായിക്കുന്നത്. രമ്യ ബി എന്ന് പറയുന്നുണ്ട്, നീതു സി എന്ന് പറയുന്നുണ്ട്, അനു സി എന്ന് പറയുന്നുണ്ട്. സി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന BA ആണ് കേട്ടോ. BA ആണ്. BAയുടെ ഓർഡർ നോക്കണേ നിങ്ങൾ. ബി ആൻഡ് എ. ബിയുടെ ഓർഡർ എന്താ? ഇത് 2/3 ആണ്. എയുടെ ഓർഡർ 3/5 ആണ്. BA മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. എന്ത് പോസിബിൾ അല്ല? AB പോസിബിൾ അല്ല. BA എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇവിടെയാണ് 3 3 സെയിം ആയിട്ട് വരുന്ന കോളവും റോയും ഉള്ളത്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ BAയുടെ ഓർഡർ എന്തായിരിക്കും? ആ ബാലൻസ് വരുന്നത് 2/5 ആയിരിക്കും. 2/5. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എന്ത് പോസിബിൾ അല്ല? AB ഇസ് നോട്ട് പോസിബിൾ. നോട്ട് പോസിബിൾ. AB പോസിബിൾ അല്ല കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. AB മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം എയുടെ ഓർഡർ 3/5 ആണ്. ബിയുടെ ഓർഡർ 5 തുടങ്ങണം, പക്ഷെ ഇവിടെ 2/3 ആണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇക്വാലിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കരുത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോവുക. കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. എന്തായിരിക്കും കിട്ടുന്നത്? ഈ രണ്ട് മെട്രിക്സുകൾ രണ്ടും സെയിം മോഡലുള്ള മെട്രിക്സ് ആണ് അല്ലേ? ഇതും 2/2 ആണ്, ഇതും 2/2 ആണ്. ഈക്വൽ ആണ്. മെട്രിക്സിൽ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ x+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. യെസ്, A D എല്ലാം കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. x+1 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും.
അതുപോലെ തന്നെ ലാസ്റ്റ് 2 എലമെന്റ്സും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ y മൈനസ് 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ? യെസ്, കറക്റ്റ് ആണ്, എ ആണ്. ഡി എന്ന് കമന്റ് ചെയ്യുന്നു പിന്നെ വീണ്ടും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുള്ളൂ? ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് അല്ലേ വരിക? എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 എന്ന് വരും അല്ലേ? അത് 2 ആയിരിക്കും അല്ലേ? പിന്നെ ഈ 2 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആയിരിക്കും. y ഈക്വൽ ടു 3 പ്ലസ് 2 5 ആകട്ടെ. അപ്പൊ എക്സ് ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 5. ഓപ്ഷൻ എ, എക്സ് ഈക്വൽ ടു 2, y ഈക്വൽ ടു 5 അല്ലേ? ഡി എന്ന് കമന്റ് ചെയ്ത ആളുകൾക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇതിന്റെ PDF കിട്ടുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് 3ാമത്തെ ചോദ്യം. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഹോംവർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഇത് പ്രീവിയസ് PSCയുടെ ക്വസ്റ്റൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ എക്സാമിന് ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. കുറച്ചും കൂടെ വലിയ ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക. ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. PDF കിട്ടുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പോൾ എഴുതണമെന്നില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. PDF നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടില്ലേ? ഇല്ലേ, ക്ലാസ് കഴിയുമ്പോൾ തന്നെ വരില്ലേ നിങ്ങൾക്ക് PDF? വരുമായിരിക്കും അല്ലേ? ഞാൻ എന്തായാലും അപ്പോൾ തന്നെ സെൻഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി. വേറൊരു ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ ഇടും 4ാമത്തെ ചോദ്യം. ഇഫ് എ ഈക്വൽ ടു 0 1 1 0 എ റേസ് ടു 4 എന്താണ്? വാട്ട് ഇസ് എ റേസ് ടു 4? എ റേസ് ടു 4 കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് എ റേസ് ടു 4 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എ സ്ക്വയർ കണ്ടുപിടിക്കാം ആദ്യം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെറുതെ എലമെന്റ്സിന്റെ സ്ക്വയർ എടുക്കരുത്, അറിയാലോ എല്ലാവർക്കും. എ ഇൻറ്റു എ ചെയ്യണം. 0 1 1 0. ഇതിന്റെ കൂടെ വീണ്ടും 0 1 1 0 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്താൽ 0 ഇൻറ്റു 0 0 പ്ലസ് 1. നെക്സ്റ്റ് 0 പ്ലസ് 0, ഇത് 0 ആയിരിക്കും. 0 പ്ലസ് 0. ഇവിടെ 0 ആൻഡ് 0, 0 പ്ലസ് 0. നെക്സ്റ്റ് 1 പ്ലസ് 0, 1 പ്ലസ് 0 എന്ന് വരും. ദിസ് ഇസ് 1 0 0 1 എന്ന് വരും. ഇതെന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇതെന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ കിട്ടിയാൽ പിന്നെ നിങ്ങൾ എ റേസ് ടു 4 കണ്ടുപിടിക്കാൻ വേറെ എവിടെയും പോകരുത്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോറി, ഐഡന്റിറ്റി മെട്രിക്സിന്റെ സ്ക്വയർ അഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ആ ഐഡന്റിറ്റി മെട്രിക്സിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത് അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം വരില്ല. എന്നാലും എ സ്ക്വയർ ഓൾ റേസ് ടു 2 ഇതല്ലേ എ റേസ് ടു 4. ഇനി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയത്. അതിന്റെ സ്ക്വയർ എന്തായിരിക്കും? എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ സ്ക്വയർ, ക്യൂബ്, ഓൾ റേസ് ടു 4 എല്ലാ സാധനങ്ങളും അത് തന്നെയായിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതാ നോക്കിയാൽ പോരെ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അതായത് എ റേസ് ടു 4 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ സ്ക്വയർ വീണ്ടും കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ഐ ആ. ഐ ഇൻറ്റു ഐ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ സ്ക്വയർ ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ്. ക്യൂബ് അത് തന്നെയാണ്. എല്ലാം അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, 4. 5ാമത്തെ ചോദ്യം നോക്കിയേ. ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. എ ഐ ജെ എന്ന് പറഞ്ഞ മെട്രിക്സ് അതിന്റെ ഓർഡർ 2/2 ആണ്. അതിലെ ഒരു എലമെന്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. എ ഐ ജെ എന്ന് പറയുന്ന ഐ പ്ലസ് ജെ ആണ്. ഇത് 2/2 ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ആ മെട്രിക്സിനെ? എത്ര എലമെന്റ്സ് കാണും? A11 കാണും, A12 കാണും, A21 കാണും, A22 കാണും. ശരിയല്ലേ? ഇത് ഓരോ എലമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഐയും ജെയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓരോ എലമെന്റ്സ് കിട്ടും. A11 എന്താ വരിക? 1 + 1 എന്ന് വരും. സഫിക്സ് നോക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യാം. അടുത്തത് A12 1 + 2 എന്ന് വരും. യെസ്. അടുത്തത് A21 2 + 1 എന്ന് വരും. പിന്നെ A22 2 + 2 എന്ന് വരും. ഓക്കെ, 2 3 3 4. ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. യെസ്, കിട്ടിയല്ലോ. റൈറ്റ്. വേറൊരു ക്വസ്റ്റ്യൻ. ഇത് ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. PSC തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. 6ാമത്തെ ചോദ്യം. നമുക്ക് കാണുമ്പോൾ എന്തോ ഒരു സംഭവം നമുക്ക് തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചോദ്യം. ഇഫ് 2 മെട്രിസസ് A and B such that AB = B and BA = A,
ദെൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ് എന്നാ ചോദിക്കണം. എന്ത് ചെയ്യണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ എ ഇൻറ്റു എ എന്ന് എഴുതും അല്ലേ? ഇനി ബി സ്ക്വയർ കണ്ടുപിടിക്കാൻ ബി ഇൻറ്റു ബി എന്ന് എഴുതും. ഇനി ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? എ എന്താണ്, ബി എന്താണെന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്ക് പകരം നമുക്ക് ഈ ബി എ കൊടുക്കാം. നോക്കിയേ, ഈ രണ്ടാമത്തെ ബി എ കൊടുക്കാം നമുക്ക് ഇവിടെ എക്ക് പകരം. അപ്പോൾ എ ഇൻറ്റു ബി എ. ഓക്കെ, പ്ലസ് ഇവിടെ ബി ഉണ്ട്, ആ ബിക്ക് പകരം നമ്മൾ എ ബി കൊടുക്കും. അപ്പോൾ ബി ഇൻറ്റു എ ബി, ബി ഇൻറ്റു എ ബി എഴുതാലോ. ഇവിടെ എ ഉണ്ടായിരുന്നു, ആ എക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? ബി എ കൊടുത്തു. ഇവിടെ ബി ഉണ്ടായിരുന്നു, ആ ബിക്ക് പകരം നമ്മൾ എ ബി കൊടുത്തു. ഇനി ഇവിടെ ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. ആ ബ്രാക്കറ്റ് നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു എ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇതും മാറ്റാം, ബി എ ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഇസ് എ ബി? ഫ്രം ദ ഇക്വേഷൻ എ ബി ഇസ് ബി അല്ലേ? അപ്പോൾ ഇത് ബി ആണ്. അപ്പോൾ ബി എ എന്ന് കിട്ടും ഇവിടെ. പ്ലസ് ഇനി ബി എ എന്താ? ഫ്രം ദ ഇക്വേഷൻ ഗിവൺ ഇക്വേഷൻ ബി എ ഇസ് എ. അപ്പോൾ ഇത് എ ബി ആയി. ഇനി വാട്ട് ഇസ് എ ബി? എ ബി ഇസ് എ അല്ലേ? ഇനി എന്താ ബി? സോറി, എ ബി എന്താ? എ ബി ഇസ് ബി. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ ശരിക്കും? എ പ്ലസ് ബി ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻ ആണ്. ഒന്ന് എ ബി എന്ന് പറയുന്നത് എ ആണെന്നും അതുപോലെ തന്നെ ബി എ എന്ന് പറയുന്നത് ബി ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ എ ഇൻറ്റു എ എന്നും ബി ഇൻറ്റു ബി എന്നും എഴുതും. ഓക്കെ, ഇനി വാട്ട് ഇസ് എ ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ? അത് എ ബി ആണ് അല്ലേ? സോറി, ഇത് നേരെ തിരിച്ചായിരുന്നു അല്ലേ? ഒന്ന് തിരിച്ചായിരുന്നു, ഞാൻ എഴുതിയപ്പോൾ മാറി. ഓക്കെ, ദിസ് ഇസ് ഗിവൺ ആസ് എ ബി ഇസ് ബി. എ ബിനെ ബി എന്നാണ് തന്നിട്ടുള്ളത്, എ ബി എനെ എ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദിസ് എ ഇസ് ബി എ അല്ലേ? നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇൻറ്റു ബി എ കൊടുക്കാം. പ്ലസ് ഈ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? എ ബി കൊടുക്കും. അപ്പോൾ ബി ഇൻറ്റു എ ബി. ഓക്കെ, നമുക്ക് ഈ ഓപ്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് വേറെ രീതിയിലൊക്കെ ചെയ്തോളാന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം, ഏത് വഴി വേണമെങ്കിലും ചെയ്യാം. ഇത് അസോസിയേറ്റീവ് ആയതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആ ബ്രാക്കറ്റ് മാറ്റി എഴുതാം ഇങ്ങനെ, ബി എ ഇൻറ്റു ബി. ഓക്കെ, ഇനി ബി എ ബി എന്ന് പറഞ്ഞാൽ എന്താ? അഗെയിൻ എ ബി ഇസ് ബി. അപ്പോൾ ഇതിനെ നമുക്ക് ബി എന്ന് എഴുതാം. അപ്പോൾ ബി എ പ്ലസ് ഇവിടെ ബി എ ഉണ്ട്, ബി എ എന്താ? എ ആണ്, എ ബി. Then BA is from the given equation BA is A and AB is B. അപ്പോൾ ആൻസർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? എ പ്ലസ് ബി എന്ന് കിട്ടി. അങ്ങനെയാണ് ഓപ്ഷൻ സി വന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കിട്ടിയോ ഇത്രയും? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതൊക്കെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആണ്. പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ വേറെ എവിടെയും തപ്പി പോകേണ്ട ആവശ്യമില്ല. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞു പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കുറച്ചും കൂടെ വലിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ്. കൊടുക്കാലോ, അങ്ങനെ കൊടുക്കാം. നമുക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഫസ്റ്റ് എക്ക് പകരം ബി എ കൊടുക്കാം. ഫസ്റ്റ് എക്ക് പകരം ബി എ കൊടുക്കാം, ബി എ ഇൻറ്റു എ. ഇവിടെ ഈ ഫസ്റ്റ് ബിക്ക് പകരം എ ബി കൊടുക്കാം, എ ബി ഇൻറ്റു ബി. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് എത്തിക്കാൻ പറ്റില്ല. കാരണം അസോസിയേറ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ എഴുതാൻ പറ്റുള്ളൂ? നമുക്ക് ഇങ്ങനെ എഴുതാനേ പറ്റുള്ളൂ, എ ഇൻറ്റു എ പ്ലസ് ബി, സോറി എ ഇൻറ്റു ബി ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇത് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സെക്കൻഡ് എലമെന്റ് മാത്രം മാറ്റി എഴുതിയത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? ബി എ എന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, മനസ്സിലായോ?
ആ ഉണ്ട്. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. പറഞ്ഞുതരാം എന്ത് റൂളാന്ന് പറഞ്ഞുതരാം. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ നമ്മളോട് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെട്രിക്സിന് വേറെ പേരൊക്കെ വരും കേട്ടോ. ആ മെട്രിക്സിന് വേറെ എ സ്ക്വയർ ഈക്വൽ ടു എ എന്ന് പറയുന്ന മെട്രിക്സിന് നമുക്ക് വേറെ പേരൊക്കെ കൊടുക്കും നമ്മൾ. എന്ത് മെട്രിക്സ് എന്നാ പറയാ? എ സ്ക്വയർ ഈക്വൽ ടു എ ആവുന്ന മെട്രിക്സിനെ നമ്മൾ എന്ത് മെട്രിക്സ് എന്നാ പറയാ? ആർക്കെങ്കിലും അറിയാമോ? എ സ്ക്വയർ ഈക്വൽ ടു എ ആവുന്ന മെട്രിക്സ് എന്ത് പേരെന്നാ എന്ത് മെട്രിക്സ് എന്നാ പറയാ? അങ്ങനെ ലോ ഉണ്ട്. ലോ എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു മെട്രിക്സ്, ഐഡംപൊട്ടൻ മെട്രിക്സ്. യെസ്. ഫസ്റ്റ് ലൈൻ ഇല്ല, അങ്ങനെ അങ്ങനെ തന്ന് അത് ഇഫ് എ ആൻഡ് ബി ആർ ഐഡംപൊട്ടൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഐഡംപൊട്ടൻ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എ ആൻഡ് ബി ആർ എനി ടു മെട്രിക്സിനെ പറഞ്ഞിട്ടുള്ളൂ. രണ്ട് മെട്രിക്സിനെ പറഞ്ഞിട്ടുള്ളൂ. അത് ഐഡംപൊട്ടൻ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈൻ ഒന്നും എഴുതൂല. എ സ്ക്വയർ ഈക്വൽ ടു എ, ബി സ്ക്വയർ ഈക്വൽ ടു ബി. അപ്പൊ നമുക്ക് നേരിട്ട് എ പ്ലസ് ബി എന്ന് എഴുതാം ഐഡംപൊട്ടൻ ആണെങ്കിൽ. ഇതങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് എ ബി ഈക്വൽ ടു എ എന്നും ബി എ ഈക്വൽ ടു എ എന്നാണ്, സോറി, എ ബി ഈക്വൽ ടു ബി എന്നും ബി എ ഈക്വൽ ടു എ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് റിവേഴ്സ് ചെയ്യേണ്ട. റിവേഴ്സ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല കേട്ടോ. ഇത് പ്രോസസ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോ ട്രാൻസ്പോസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക്?